അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോട്ട് സ്റ്റോൺ 180 എന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ്, അതുപോലെ തന്നെ റിവ്യൂ ആയിരിക്കും. ഓൾറെഡി സാധനം അൺബോക്സ്ഡാണ്, അതുപോലെ തന്നെ ഒരാഴ്ചയിൽ പുറത്തിടാനത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്ലിയർ കട്ടായിട്ടുള്ള റിവ്യൂ ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബോട്ടിൻ്റെ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. സ്വല്പം ഒന്ന് സൂം ഔട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സാധനം. ഇതെന്ന് ഓൾറെഡി കണ്ടാൽ അറിയാം, സീലൊക്കെ പൊട്ടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഓഡിയൻസിന് വേണ്ടി നമ്മൾ ഒന്നുകൂടി ഒന്ന് അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെട്ടി ഫസ്റ്റ് വരുന്നത്. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 999 ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറവെന്ന് തോന്നുന്ന സമയത്ത് കയറി മാക്സിമം ഓർഡർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ്. നമ്മൾ ഓൾറെഡി സീല് പൊട്ടിച്ചാണ്ട് പിന്നെ ഫേക്ക് പൊട്ടിക്കാൻ നിൽക്കുന്നില്ല, ഡയറക്റ്റ് കാര്യത്തിലായിട്ട് പോവുകയാണ്. പൊട്ടിച്ചു. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കാണാം. 5 വാട്ട് RMS സ്പീക്കറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ RMS സ്പീക്കർ എന്ന് വെച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ സ്പീക്കറാണ്. ബേസിക്കലി 2 തരം സ്പീക്കേഴ്സാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പീക്ക് സ്പീക്കറും ഉണ്ട്, അതുപോലെ RMSഉം ഉണ്ട്. പീക്ക് എന്ന് വെച്ചാൽ മാക്സിമം ഔട്ട്പുട്ട് വരും, പക്ഷെ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് മാക്സിമം പീക്ക് വോളിയം മാത്രമേ തരത്തുള്ളൂ. അതായത് കണ്ടിന്യൂസ്ലി അത്ര അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ RMS എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5 വാട്ട് RMS എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി 5 വാട്ട് തന്നെ അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ ഈ സ്പീക്കറിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് RMS സ്പീക്കർ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ളൊരു സ്പീക്കർ. അപ്പോൾ ഇത് RMS സ്പീക്കറാണ്. ബോട്ടിൻ്റെ ഒരു നല്ലൊരു പ്രോഡക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. RMS ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി 5 വാട്ട് തന്നെ ഔട്ട്പുട്ട് വരും. അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് 2 സ്പീക്കർ ഇതായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഒന്നേ ഉള്ളൂ. 2 ഉണ്ടെങ്കിൽ നമുക്ക് ഡ്യുവലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അത് ലൈറ്റ് വെയിറ്റാണ്. ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. പിന്നെ ഇതാണ് അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കുകളും സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസും ഓരോ വാറൻറ്റി കാർഡ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് വേണ്ടത്, ബോട്ടിൻ്റെ സ്റ്റോൺ 180 എന്ന് പറഞ്ഞൊരു ഇതാണ് പ്രോഡക്റ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 കേബിൾസും കിട്ടുന്നുണ്ട്. നോക്സിൻ്റെ ഒരു കേബിളും ഉണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ടൈപ്പ് സി കേട്ടോ. ഇത് ടൈപ്പ് സി കേബിളാണിത്. ഇത് ഈ ബോട്ടിൻ്റെ ഇതിൽ വന്നൊരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ട മൈക്രോ USB ടൈപ്പ് കേബിളായിരുന്നു. ഇപ്പോൾ നമുക്ക് ടൈപ്പ് സിയിലോട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യുന്ന ചാർജർ നമുക്കിത് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്നൊരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ഹുക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ്, പൊട്ടത്തൊന്നുമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞൊരു റബ്ബർ ഫിനിഷുള്ളൊരു പ്ലാസ്റ്റിക്കാണ്, റബ്ബറി ഫിനിഷ് എന്നെനിക്ക് പറയാം. ഒരു സിലിക്കൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ക്യാപ്പ് പോലെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോർട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ടൈപ്പ് സിയുടെ ഒരു പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഓക്സ് പോർട്ടും ഉണ്ട്. പിന്നെ മണ്ടഭാഗം എന്ന് പറഞ്ഞൊരു ക്ലോത്ത് ഫിനിഷാണ്, ഫാബ്രിക്കിൻ്റെ ഒരു ഫിനിഷാണല്ലോ, മെഷ് ടൈപ്പ്. ബോർഡിൻ്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് നമ്മുടെ ഈ തെന്നിപ്പതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബറി ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത്ര നമ്മുടെ ഔട്ട് സൈഡ് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് ഇൻഡിക്കേറ്ററും ഉണ്ട്, പ്ലേ പോസ് ബട്ടണ്, വോളിയം അപ്പ് ഡൗൺ, പവർ ഓൺ ഓഫ്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. ബാക്കി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഗൈസ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഇൻപുട്ടിനകത്ത് സിലിക്കൻ്റെ ഒരു ഇത് തന്നുകൊണ്ട് തന്നെ സിലിക്കോൺ തന്നു നമുക്ക് കാണുമ്പോഴേ അറിയാം. അതുപോലെ തന്നെ ഈ സൈഡ് ഇത്രയും എൻക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ക്യാപ്സ്യൂൾ പരുവത്തിലുള്ളൊരു ഡിവൈസ് ആയതുകൊണ്ട് നമുക്കിത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. IPX7 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫല്ല. അതുപോലെ തന്നെ ഇതിനകത്തിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും ആപ്പിളിൻ്റെ സിറിയും ഇതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും.
ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് രണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വോയിസ് അസിസ്റ്റൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു ഇതാണ് നമുക്ക് അങ്ങനെ പവർ ഓൺ ചെയ്യാനുള്ളതാണ്. അപ്പം പവർ ഓൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ പവർ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഉപയോഗം എന്ന് വെച്ചാൽ സ്മോൾ കോമ്പാക്റ്റ് സൈസാണ്, നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങും ഇത് കേട്ടോ. കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു ഫിനിഷാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്ര ഒരു കാര്യം. നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഈ പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് വെക്കാമെങ്കിൽ Power on. You've plugged into Nirvana. ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. You're now connected to Boatstone. നമുക്കിതിൻ്റെ കണക്ഷനൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇത് അങ്ങനെ നോക്കാം. വോയിസ് ഔട്ട്പുട്ട് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഹെഡ്ഫോൺ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുമെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു അനലൈസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുന്നതായിരിക്കും. മാക്സിമം ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ബട്ടൺ ഞങ്ങൾക്ക് പ്ലേ പോസ് കാണിക്കുക. അതിലൂടെ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, കണക്റ്റഡ് ആയോ വലിയ എന്നുള്ളത്. ഇപ്പോൾ പോസ് ആയതുകൊണ്ട് ലൈറ്റ് അനങ്ങാതിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇതാവാൻ തുടങ്ങും, പോയി ലൈറ്റ് ഓഫ് ആവും. ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 80% വോളിയം വെച്ചേക്കുന്നത്. 100% ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു വോളിയം കിട്ടും. അത് ഡിസ്റ്റോർട്ട് ആവുമെന്ന് ചോദിച്ചാൽ ഡിസ്റ്റോർട്ട് ആവത്തില്ല. നമുക്ക് ഷാർപ്പ് ക്ലിയർ ആയിട്ടുള്ള വോയിസ് കിട്ടുന്നുണ്ട്. വോക്കൽസും ബേസും തമ്മിലുള്ള ഒരു മിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ട്യൂൺഡാണ്. അതുപോലെ തന്നെ ഒത്തിരി ഓവർ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വോയിസ് ഒന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ ഡീപ്പായിട്ടുള്ള വോയിസും അതുപോലെ തന്നെ ഫൈനായിട്ടുള്ള അങ്ങനെ അറ്റത്തെ ട്രബിളും ഒക്കെ നല്ല വൃത്തിക്ക് ട്യൂൺ ചെയ്തിട്ട് ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയൊരു സ്പെക്സോടുകൂടി ഒരു സ്പീക്കറാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. അതിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ള സമയം നോക്കി പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ബോട്ട്സ്റ്റോൺ 180 പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോസിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിൻ്റ് ഔട്ട് ചെയ്യുക, കമൻസിലൂടെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. സ്റ്റിൽ ദെൻ ഓക്കെ, ബൈ.